കഴിഞ്ഞ 10 വർഷത്തിൻ്റെ ഇടയിൽ ലക്ഷക്കണക്കിന് 1,00,000 കൂടുതൽ രോഗികളെങ്കിലും ഇവിടെ ഞാൻ ചികിത്സിച്ചിട്ടുണ്ട്. ഇവിടെ ഓർത്തോ ന്യൂറോ വിഭാഗത്തിലാണ് കൂടുതൽ ചികിത്സകൾ നടക്കുന്നതെങ്കിലും, അതായത് വെരിക്കോസ് വെയിൻ, ഡയബറ്റീസ് മുതലായ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സിന്, പിന്നെ സ്ത്രീ രോഗങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള ചികിത്സകൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇവിടെ വരുന്ന എല്ലാവരും അഭിലാഷ് ഡോക്ടറെ കണ്ട് ചികിത്സിച്ച് പുറത്തിറങ്ങുമ്പോൾ അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചതിന് ശേഷമാണ് അവർ പിരിഞ്ഞു പോകുന്നത്. നമ്മളിവിടെ കൂടുതലും ചികിത്സ ചെയ്യുന്നത് മുട്ടുവേദന, നടുവേദന, പെടവേദന, അതായത് ഓർത്തോ ന്യൂറോ കേസുകളാണ് ഇവിടെ ചികിത്സിച്ച് ഭേദമാക്കുന്നത് പ്രധാനമായിട്ടും. അതും സർജറി പറഞ്ഞിരിക്കുന്ന ലിഗമെന്റ് ഇഞ്ചറി കാലിന് പറഞ്ഞത്, അല്ലെങ്കിൽ നമ്മൾ തേയ്മാനം, ഡിജനറേഷൻ എന്ന് പറയുന്ന അവസ്ഥയിലുള്ള ഏത് പ്രായത്തിലുള്ള ആൾക്കാരെ നമ്മളിവിടെ ചികിത്സിച്ച് സുഖപ്പെടുത്തുന്നുണ്ട്. അതേപോലെ നടുവേദന, ഡിസ്കിന് പ്രശ്നമായിട്ട് ഡിസ്ക് ബൾജായിട്ട് വരുന്ന ആൾക്കാർ, കുനിയാനും നിവരാനും പറ്റാതെ വളരെയധികം ബുദ്ധിമുട്ട്, സിയാറ്റിക് പ്രോബ്ലംസ് ഒക്കെ ആയിട്ട് വരുന്ന ആൾക്കാർ, അതേപോലെ ഷോൾഡർ ഇഞ്ചുറി ആയിട്ട് വരുന്നത്, ഫ്രോസൺ ഷോൾഡർ പോലത്തെ കണ്ടീഷൻ, കൈവെക്കാൻ പറ്റാത്ത അവസ്ഥ കാലങ്ങളായിട്ട്, ഇത്തരത്തിലുള്ള കണ്ടീഷനുകളാണ് രോഗികളാണ് നമ്മൾ കൂടുതലായിട്ടും ഇവിടെ ചികിത്സിക്കുന്നത്. ഗുരുകുലത്തിലെ മറ്റ് 2 ഡോക്ടർമാരാണ് എൻ്റെ കൂടെ ഇരിക്കുന്നത്. ഇത് ഡോക്ടർ അമ്മു, ഇത് ഡോക്ടർ ദീപ്തി. ശ്രീസ്വാമി വൈദ്യ ഗുരുകുലത്തിൽ സാധാരണയായിട്ട് OP പേഷ്യൻസിൻ്റെ ട്രീറ്റ്മെൻറ്റാണ് സാധാരണ നടക്കുന്നത്. അതായത് പേഷ്യൻസ് വന്നു പോയി OPയിൽ കാണുന്നു, ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നു, തിരിച്ചു പോകുന്നു. അതിൽ പേഷ്യൻസിൻ്റെ കണ്ടീഷൻസ് അനുസരിച്ച് ചില ആളുകളെ നമുക്ക് അഡ്മിറ്റ് ആക്കേണ്ടതായിട്ടുള്ള ആവശ്യം വരാറുണ്ട്. അപ്പോൾ നമ്മൾക്ക് മെയിൽ പേഷ്യൻസിനും ഫീമെയിൽ പേഷ്യൻസിനും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് അഡ്മിഷൻ ഇവിടെ ലഭിക്കുന്നതാണ്. ശ്രീസ്വാമി വൈദ്യ ഗുരുകുലം കഴിഞ്ഞ 10 വർഷമായിട്ട് പെരുമ്പാവൂർ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നുണ്ട്. ഇത് നമ്മൾ വളരെ വേഗത്തിൽ ചികിത്സിച്ച് സുഖപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഗുരുകുലത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് വരുന്നത്. മിനിറ്റുകൾ കൊണ്ട് സുഖപ്പെടുത്തുന്നുണ്ട് ചില ആൾക്കാരെ. ചില ആൾക്കാരുടെ കണ്ടീഷൻ അനുസരിച്ച് ചിലപ്പോൾ കുറച്ച് കാലം കിടന്ന് ചികിത്സിക്കേണ്ടി വരും, അല്ലെങ്കിൽ കുറച്ച് കാലം മരുന്ന് കഴിച്ചിട്ടൊക്കെ രോഗം മാറ്റേണ്ടി വരും. അങ്ങനെ അത് മറ്റ് രോഗങ്ങളെയും കൂടെ അടിസ്ഥാനമാക്കിയാണ് പ്രധാനമായിട്ടും ചികിത്സ ചെയ്യുന്നത്. ഡയബറ്റീസ് പോലത്തുള്ള മറ്റ് രോഗങ്ങളെ കൂടെ കണക്കാക്കിയിട്ടാണ് ഈ രോഗങ്ങളിലൊക്കെ ചികിത്സയിലൂടെ മാറ്റം വരുത്താൻ കഴിയുക. എന്തായാലും ഗുരുക്കന്മാരുടെയും ശാസ്ത്രത്തിൻ്റെയും മഹത്വം കൊണ്ട് ഈ പറഞ്ഞതോടെ ലക്ഷക്കണക്കിന് ആൾക്കാരെ നമുക്ക് ഇതിനോടകം തന്നെ അവിടെ സുഖപ്പെടുത്താൻ കഴിയുന്നുണ്ട്. അത് ഇനിയും മുമ്പോട്ട് ഇതേ രീതിയിൽ തുടർന്ന് പോകാൻ കഴിയും എന്ന് തന്നെയാണ് ഗുരുക്കന്മാരുടെ അനുഗ്രഹവും ശാസ്ത്രത്തിൻ്റെ വിശ്വാസത്തിലും പ്രവൃത്തിയിലൂടെ ഞങ്ങൾ കരുതുന്നത്.